നമസ്കാരം. യൂറോപ്യൻ മണ്ണിലേക്ക് അധിനിവേശം നടത്താൻ ഒരുങ്ങിയവരിൽ പലരും കടലിൽ മുങ്ങി മരിച്ചതായി റിപ്പോർട്ടുകൾ. നാട്ടുകാരും പോലീസും പട്ടാളവും ഒരുമിച്ചിറങ്ങിയതോടെ അനധികൃത കുടിയേറ്റക്കാരിൽ പലർക്കും തിരിച്ചു നീന്തേണ്ടി വന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. വ്യാജ പ്രചരണത്തിൽ ആകർഷിക്കപ്പെട്ട് സ്പാനിഷ് മണ്ണിലേക്ക് യാത്ര തിരിച്ചവർക്ക് സംഭവിച്ച ദുരന്തങ്ങൾ അറിഞ്ഞതോടെ മൊറോക്കോയിൽ നിന്നും അൾജീരിയയിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ വരവ് ഏതാണ്ട് നിലച്ച മട്ടാണ്. ഭക്ഷണം പോലും ലഭിക്കാതെ വിശന്നു വലഞ്ഞാണ് പലരും തിരികെ മടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് അഭയാർത്ഥികൾ കൂട്ടത്തോടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായ സ്പാനിഷ് പ്രവിശ്യയിലേക്ക് എത്തിയത് യൂറോപ്പിലാകെ ഭീതി പടർത്തിയിരുന്നു. സെയൂത്ത പ്രവിശ്യയിൽ നിന്നും ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്ന് സ്പെയിൻ മെയിൻലാൻഡിലെത്താൻ എളുപ്പമാണ്. അങ്ങനെ യൂറോപ്പിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യ പടിയായിട്ടായിരുന്നു ഇവർ സെയൂത്തയിലേക്ക് എത്തിയത്. സെയൂത്തയിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര തുടരാമെന്ന രീതിയിലുള്ള പ്രചരണമായിരുന്നു അൾജീരിയയിലും മൊറോക്കോയിലും സൈബറിടങ്ങളിൽ നടന്നത്. അഭയാർത്ഥികൾ കൂട്ടത്തോടെ എത്തുന്നത് സെയൂത്ത നഗരത്തിന്റെ താളക്രമം തന്നെ തെറ്റിച്ചു. പ്രദേശവാസികൾ കൂട്ടത്തോടെ സൂപ്പർ മാർക്കറ്റുകളിലെത്തി സാധനങ്ങൾ വാങ്ങി വീടിനുള്ളിൽ അടച്ചിരിക്കാൻ തുടങ്ങി. തെരുവുകളിൽ അരാജകത്വം നടമാടുമ്പോൾ തുറന്ന അതിർത്തി എന്ന ആശയവുമായി എത്തുന്ന ഏത് ലിബറൽ ലെഫ്റ്റിസ്റ്റുകളെയും ചോദ്യം ചെയ്യാൻ മടിക്കില്ല എന്നായിരുന്നു 25-കാരനായ ഒരു ഗ്രാഫിക് ഡിസൈനർ പറഞ്ഞത്. സാധാരണ ശനിയാഴ്ചകളിൽ കുടുംബങ്ങൾ എത്താറുള്ള പബ്ലിക് പാർക്കുകളും ഇന്നലെ ഒഴിഞ്ഞുകിടന്നു. അവസാനം സഹികെട്ട നാട്ടുകാരും പട്ടാളത്തിനും പോലീസിനുമൊപ്പം അനധികൃത കുടിയേറ്റക്കാരെ തുരത്താൻ ഇറങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. പ്രദേശവാസികൾ അധികം പേരും വീടുകളിൽ അടച്ചിരുന്നപ്പോഴേ സെയൂത്തയുടെ തെരുവുകൾ മൊറോക്കോക്കാർ കീഴടക്കുകയായിരുന്നു എന്നായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. 10 ലക്ഷത്തിലധികം വരുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് സ്പെയിനിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അനുമതി നൽകിയ സ്പെഷ്യലിസ്റ്റ് പ്രധാനമന്ത്രി പെഡ്രോ സാൻചെസിന്റെ വികല നയമാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ഭൂരിഭാഗം ജനങ്ങളും ആരോപിക്കുന്നു. സെയൂത്തയിലേക്കും സമീപത്തുള്ള മെലില്ല എന്ന മറ്റൊരു സ്പാനിഷ് പ്രവിശ്യയിലേക്കും ഇപ്പോൾ ഉണ്ടായ ഈ അനധികൃത അഭയാർത്ഥി പ്രവാഹത്തിന് പിന്നിൽ മൊറോക്കൻ ഭരണകൂടത്തിന്റെ കൈകളുണ്ടെന്ന വാദവും ശക്തമാണ്. ഈ പ്രദേശങ്ങളിലെ സ്പാനിഷ് സാന്നിധ്യത്തെ മൊറോക്കോ വീണ്ടും എതിർത്തിട്ടുള്ളതാണ്. അതിനിടെ സ്പാനിഷ് പ്രതിപക്ഷമായ പീപ്പിൾസ് പാർട്ടി നേതാവ് ഇന്നലെ സ്ഥലം സന്ദർശിച്ചിരുന്നു. മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു അധിനിവേശ ശ്രമമാണിതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അസമയം 60,000-ലധികം അനധികൃത അഭയാർത്ഥികൾ സ്പാനിഷ് പ്രവിശ്യയിലേക്ക് പ്രവേശിച്ചതിനെ തുടർന്ന് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും പ്രതികരണം സ്വാർത്ഥതയും ധ്രുവീകരണ ശ്രമങ്ങളും നിഴലിക്കുന്നതായിരുന്നുവെന്നും അവ നിയമവിരുദ്ധമാണെന്നും ആരോപിച്ച സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാൻചെസും രംഗത്തെത്തിയിരുന്നു. സ്പെയിനിലെത്തിയവരിൽ ഏകദേശം 48,000 പേർ തിരികെ പോയി എന്നാണ് ഇപ്പോൾ സർക്കാർ അവകാശപ്പെടുന്നത്. വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ കൂട്ടത്തോടെ സെയൂത്ത ബീച്ചുകളിലേക്ക് ഓടിയെത്തുന്ന കാഴ്ച ലോകത്തെ മുഴുവൻ നടുക്കിയിരുന്നു. പല രാഷ്ട്രീയ തലവന്മാരും ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ചില യൂറോപ്യൻ ഭരണകൂടങ്ങളുടെ പ്രതികരണങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നും സ്പാനിഷ് പ്രധാനമന്ത്രി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയന് എഴുതിയ കത്തിൽ വ്യക്തമാക്കി. മൊറോക്കോയുമായുള്ള അതിർത്തിയിൽ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു. യൂറോപ്യൻ യൂണിയന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ അംഗരാജ്യങ്ങൾക്കുള്ള നിയമപരമായ ഉത്തരവാദിത്തം വ്യക്തമാക്കുന്നതിനായി യൂണിയന്റെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അസമയം 27 അംഗരാജ്യങ്ങൾ 24 പേരും അനധികൃത അഭയാർത്ഥി പ്രവാഹത്തിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കാൻ അടിയന്തരമായി സ്പാനിഷ് ഭരണകൂടവുമായി ചർച്ചകൾ നടത്താമെന്നും അറിയിച്ചിട്ടുണ്ട്.